നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഡംബര കപ്പൽ യാത്രക്കാർക്ക് 2000 ഐഫോണുകൾ നൽകിയിരിക്കുകയാണ്. എന്നാൽ ഞെട്ടേണ്ട കാര്യമില്ല, ഇതാണ് പറയാൻ പോകുന്നത്. കൊറോണ വൈറസ് അണുബാധയുണ്ടായ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാർക്കാണ് ജപ്പാൻ സർക്കാർ 2000-ഓളം സൗജന്യ ഐഫോണുകൾ വിതരണം ചെയ്തതായി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ 3700 പേരാണ് കപ്പലിലുള്ളത് തന്നെ. ഡയമണ്ട് പ്രിൻസസ് എന്ന ക്രൂയിസ് കപ്പലിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കുമാണ് ഐഫോൺ ഹാൻഡ്സെറ്റുകൾ വിതരണം ചെയ്തത്. കടലിൽ ഒറ്റപ്പെട്ട യാത്രക്കാരെ മെഡിക്കൽ പ്രൊഫഷണലുകളുമായി ബന്ധപ്പെടാൻ അനുവദിക്കുക, കൂടിക്കാഴ്ച ബുക്ക് ചെയ്യുക, മെഡിസിൻ കുറിപ്പുകൾ സ്വീകരിക്കുക, മനഃശാസ്ത്രജ്ഞരുമായി ചർച്ച ചെയ്യുക എന്നിവയാണ് സൗജന്യ ഐഫോണുകൾ വിതരണം ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്നത്. കപ്പലിലെ 350-ലധികം യാത്രക്കാർക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ജപ്പാനിലെ ആരോഗ്യ, തൊഴിൽ, ക്ഷേമ, ആഭ്യന്തരകാര്യ, വാർത്താവിനിമയ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ കപ്പലിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും 2000 ഐഫോണുകൾ നൽകിയിട്ടുമുണ്ട്. മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ലൈൻ ആപ്ലിക്കേഷനുമായാണ് ഐഫോണുകൾ നൽകിയത്. ജപ്പാനിലെ മെഡിക്കൽ വിദഗ്ധരുമായി യാത്രക്കാർക്കുള്ള കണക്ഷൻ ചാനലായി ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. ലൈൻ ആപ്പ് വഴി കണക്ട് ചെയ്യുവാനും അപ്ഡേറ്റായി തുടരാനും സഹായിക്കുന്നതിന് കപ്പലിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും ഓരോ ക്യാബിനിലും കുറഞ്ഞത് ഒരു ഐഫോൺ ഉണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തി. ഡയമണ്ട് പ്രിൻസസ് ക്രൂയിസ് കപ്പലിലെ യാത്രക്കാർക്കും ക്രൂവിനും ഐഫോണുകൾ കൈമാറാൻ കാരണം ജപ്പാന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉള്ള ഫോണുകൾക്ക് ലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തതാണെന്നാണ് 9to5 Mac പറയുന്നത്. ഐഫോണുകളിലെ ലൈൻ ആപ്ലിക്കേഷൻ വഴി എളുപ്പത്തിൽ മനഃശാസ്ത്രജ്ഞരുമായും ഡോക്ടർമാരുമായി സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് യാത്രക്കാർക്ക് ഐഫോൺ നൽകുവാനുള്ള മുഖ്യ കാരണം എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.